വളരെ രസകരമാണ്. ഈച്ചയുടെ ജീവിതചക്രം. ഈച്ചയുടെ ജീവിതചക്രം പൂർണ്ണമായും പരിവർത്തനം, കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് എന്നറിയപ്പെടുന്ന പ്രക്രിയയിലൂടെയാണ് സംഭവിക്കുന്നത്. ഈ ചക്രം 4 പ്രധാന ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. 1. മുട്ട. ഈച്ചകൾ സാധാരണയായി അഴുക്കുപാടങ്ങളിലോ ചെറിയ വിള്ളലുകളിലോ മുട്ടയിടുന്നു. ഈ മുട്ടകൾ വളരെ ചെറുതും വെളുത്തതുമാണ്. 2. ലാർവ. മുട്ട വിരിഞ്ഞുണ്ടാകുന്നത് ലാർവയാണ്. ലാർവകൾ ചെറിയ മുഞ്ഞകളോട് സാദൃശ്യമുള്ളവയാണ്. ഇവ ഭക്ഷണം കഴിച്ച് വളരുകയും പലതവണ തൊലി നിർത്തുകയും ചെയ്യുന്നു. 3. പ്യൂപ്പ. ലാർവ വളർന്ന് ഒരു പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പ ഒരു കട്ടിയുള്ള പുറംതോട് കൊണ്ട് പൊതിഞ്ഞതാണ്. ഈ ഘട്ടത്തിൽ ഈച്ച വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. 4. പ്രായപൂർത്തിയായ ഈച്ച. പ്യൂപ്പയിൽ നിന്ന് ഒരു പ്രായപൂർത്തിയായ ഈച്ച പുറത്തുവരുന്നു. പുതിയ ഈച്ച പെട്ടെന്ന് പറക്കാൻ തുടങ്ങുകയും പുതിയ മുട്ടകൾ ഇടാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈച്ചകളുടെ പ്രധാന സ്വഭാവങ്ങൾ. ഭക്ഷണം. ഈച്ചകൾ സർവ്വഭുക്കുകളാണ്. അവർ പഴങ്ങൾ, പച്ചക്കറികൾ, മാംസം, മാലിന്യം എന്നിവയെല്ലാം ഭക്ഷിക്കുന്നു. രോഗവാഹകർ. ഈച്ചകൾ നിരവധി രോഗങ്ങൾ പരത്തുന്നതിന് പ്രധാന കാരണമാണ്. അവയുടെ കാലുകളിലും ശരീരത്തിലും പറ്റിപ്പിടിക്കുന്ന രോഗാണുക്കളെ അവ ഭക്ഷണത്തിലൂടെയും മറ്റും പരത്തുന്നു. പ്രജനനം. ഈച്ചകൾ വളരെ വേഗത്തിൽ പ്രജനനം നടത്തുന്നു. അനുകൂല സാഹചര്യങ്ങളിൽ ഒരു ഈച്ചയ്ക്ക് ആയിരക്കണക്കിന് മുട്ടകൾ ഇടാൻ കഴിയും. ഈച്ചകളെ നിയന്ത്രിക്കുന്നത് എങ്ങനെ? ശുചിത്വം. ഭക്ഷണം സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ ശുചിയായി സൂക്ഷിക്കുക. മാലിന്യങ്ങൾ തുറന്നുവെക്കാതിരിക്കുക. കീടനാശിനികൾ. ഈച്ചകളെ നശിപ്പിക്കാൻ വിവിധ തരം കീടനാശിനികൾ ലഭ്യമാണ്. ഈച്ചവലകൾ. ഈച്ചകളെ പിടിക്കാൻ ഈച്ചവലകൾ ഉപയോഗിക്കാം. കീടനാശിനി സസ്യങ്ങൾ. തുളസി, വെളുത്തുള്ളി തുടങ്ങിയ സസ്യങ്ങൾ ഈച്ചകളെ അകറ്റി നിർത്താൻ സഹായിക്കും. ഉപസംഹാരം. ഈച്ചകൾ ചെറിയ ജീവികളാണെങ്കിലും മനുഷ്യജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. അവയെ നിയന്ത്രിക്കുന്നതിനുള്ള ശ്രദ്ധാപൂർവമായ ശ്രമങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്.